സംസ്ഥാനത്ത് പെയ്ത അതിതീവ്ര മഴയിൽ വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് 25.43 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായി KECBയുടെ റിപ്പോർട്ട്. വൈദ്യുതി വിതരണ ശൃംഖലയ്ക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 3-ാം തീയതി വൈകിട്ട് 4 വരെയുള്ള കണക്കനുസരിച്ച് 2892 ട്രാൻസ്ഫോർമറുകളെ മഴക്കെടുതി ബാധിച്ചു. 6,56,770 ഉപഭോക്താക്കൾക്ക് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. 349 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 2,599 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. 248 ഇടങ്ങളിൽ ഹൈ ടെൻഷൻ ലൈനും 7,212 ഇടങ്ങളിൽ ലോ ടെൻഷൻ ലൈനും പൊട്ടിവീണു. 233 ട്രാൻസ്ഫോമറുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. വൈദ്യുതി തകരാറുകൾ പരിഹരിക്കാനുള്ള ഊർജിത ശ്രമം സംസ്ഥാന വ്യാപകമായി നടന്നുവരുന്നുണ്ടെന്നും KECB അറിയിച്ചു. കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിലെ ഉപഭോക്താക്കളെയാണ് വൈദ്യുതി തകരാർ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. വൈദ്യുതി തടസ്സങ്ങൾ പ്രധാനമായും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലാണ് നിലനിൽക്കുന്നത്. വെള്ളം പൂർണ്ണമായും മാറിയതിനു ശേഷം സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചു മാത്രമേ അവിടങ്ങളിലെ വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുകയുള്ളൂവെന്ന് KECB അറിയിച്ചു. വൈദ്യുതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമായും കാര്യക്ഷമമായും ഏകോപിപ്പിക്കുന്നതിനായി സർക്കിൾ തലത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള 12 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതേസമയം കണ്ണൂരിലും തിരുവനന്തപുരത്തുമായി കാണാതായ 4 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. മഴ കനത്ത സാഹചര്യത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, പത്തനംതിട്ട എന്നീ 10 ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വയനാട്ടിലെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി ബാധകമാണ്. പ്രതികൂല കാലാവസ്ഥ മൂലം 10-ാം തീയതി വരെയുള്ള PSCയുടെ എല്ലാ ഓൺലൈൻ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. വർക്കലയിൽ കുന്നിടിച്ചിൽ ഭീഷണി ശക്തമായി തുടരുകയാണ്. മഴയെ തുടർന്ന് വർക്കല പാപനാശം കുന്നുകളിൽ കുന്നിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും സഞ്ചാരികൾ അപകടകരമായ രീതിയിൽ സാഹസികത തുടരുന്നത് അധികൃതരെ വലയ്ക്കുന്നു. നിയന്ത്രണങ്ങൾ വകവയ്ക്കാതെ ഹെലിപ്പാഡ് ഭാഗത്തും കുന്നിന്റെ അഗ്രഭാഗങ്ങളിൽ നിന്ന് സെൽഫിയും വീഡിയോയും എടുക്കുന്നത് വലിയ ദുരന്തത്തിന് വഴിവെച്ചേക്കാം. മതിയായ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തില്ലാത്തത് നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. കാലവർഷപ്പെയ്ത്ത് കൂടുതൽ പ്രതിസന്ധിയുണ്ടാക്കിയ ആറന്മുള, റാന്നി ഉൾപ്പെടെയുള്ള ദുരന്തബാധിത മേഖലകളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സന്ദർശനം നടത്തും. ആറന്മുളയിൽ വെള്ളം സാവധാനം ഇറങ്ങിത്തുടങ്ങിയെങ്കിലും ജനങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. മൂഴിയാർ ഡാം തുറന്നതിനാൽ വെള്ളം താഴുന്നതിന്റെ തോത് വളരെ കുറവാണ്. പല വീടുകളിലും 2-ാം നിലയിലുള്ളതിനാൽ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാൻ തയ്യാറാകാതെ അവിടെ തന്നെ തുടരുന്നുണ്ട്. വെള്ളം താഴുന്നതിന്റെ തോത് കുറഞ്ഞു നിൽക്കുന്നതും ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നതും ആറന്മുളയിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. തിരുവല്ല മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുമൂലപുരത്ത് സ്റ്റേറ്റ് ഹൈവേയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. പമ്പ, മണിമല, അച്ചൻകോവിൽ നദികളിലെ ജലനിരപ്പ് ഉയരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ റാന്നി, ആറന്മുള തുടങ്ങിയ മേഖലകളാണ് സന്ദർശിക്കുന്നത്. 12 മണിക്ക് ആറന്മുളയിലായിരിക്കും ആദ്യ സന്ദർശനം. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ക്യാമ്പുകളുടെ പ്രവർത്തനവും മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലെ ഏകോപനത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന വിമർശനത്തിനിടെയാണ് പ്രദേശങ്ങൾ സന്ദർശിക്കാൻ VD സതീശൻ എത്തുന്നത്. റാന്നിയിൽ ഉൾപ്പെടെ വെള്ളമുയർന്നപ്പോൾ കടയുടെ ഉദ്ഘാടനത്തിനും പൊന്നാനിയിൽ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രിക്കെതിരെ LDF നേതാക്കൾ വിമർശനം ഉന്നയിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് റാന്നി, ആറന്മുള മേഖലകളിൽ പ്രളയസമാനമായ സാഹചര്യവും ജാഗ്രതയും തുടരുകയാണ്. വനമേഖലയിൽ കഴിഞ്ഞ രാത്രി ശക്തമായ മഴ ഉണ്ടായില്ല. ജില്ലയിലാകെ 74 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 3000-ലധികം പേർ ക്യാമ്പിലുണ്ട്. പമ്പ, അച്ചൻകോവിൽ, കക്കാട്ടാർ എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഗവിയിലേക്കുള്ള യാത്രാവിലക്കും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.